നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ ലേബർ പാർട്ടിയുടെ നേതൃപദവിയിലേക്ക് എത്താനുള്ള പോരാട്ടത്തിൽ മുൻ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീറ്റിംഗ്. പ്രധാനമന്ത്രി കെ സ്റ്റാമറിന്റെ ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ച എം പി നേതൃത്വ പദവിയിലെത്താൻ തന്ത്രങ്ങൾ മെനയുന്നു. ലേബർ ഗവൺമെന്റ് വർദ്ധിപ്പിച്ച എംപ്ലോയ്മെന്റ് നാഷണൽ ഇൻഷുറൻസ് താൻ പ്രധാനമന്ത്രിയായി എത്തിയാൽ വെട്ടിക്കുറയ്ക്കുമെന്നും വെസ്റ്റ് റീറ്റിംഗിന്റെ വാഗ്ദാനം. യുവാക്കളെ ജോലിക്കായി എടുക്കുന്നതിന് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഇൻസെന്റീവുകൾ നൽകുവാനും എണ്ണ കമ്പനികളിൽ നിന്നും കൂടുതൽ നികുതി കണ്ടെത്താനും റീറ്റിംഗ് പുതിയ പദ്ധതി തയ്യാറാക്കുന്നു. ലക്ഷക്കണക്കിന് ആരാധകർ പങ്കെടുത്ത ആഴ്സണൽ ഫുട്ബോൾ ക്ലബിന്റെ വിജയ പരേഡിനിടെ ലണ്ടനിൽ വ്യാപക ആക്രമണം. വടക്കൻ ലണ്ടനിലെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ചുറ്റും ജനക്കൂട്ടം തടിച്ചുകൂടിയത് 2004 ശേഷം ആദ്യമായി ആഴ്സണലിലെ പുരുഷ ടീം പ്രീമിയർ ലീഗ് കിരീടം നേടിയതും വനിതാ ടീം ഫിഫ വനിതാ ചാമ്പ്യൻസ് കപ്പ് ഉയർത്തിയതും ആഘോഷിക്കാൻ. ആഘോഷം അക്രമത്തിന് വഴിമാറിയതോടെ 16 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഘോഷങ്ങൾക്കിടയിൽ ഹോൺസി റോഡിൽ ഒരാൾക്ക് കുത്തേറ്റു. യുകെയിൽ രൂക്ഷമാകുന്ന യുവ തൊഴിലില്ലായ്മ പ്രതിസന്ധി നേരിടാൻ പുതിയ നീക്കവുമായി യുകെ സർക്കാർ. പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ മാക്സ് ആൻഡ് സ്പെൻസറുടെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് മാർക്ക് ബോണിനെ തൊഴിൽ ഉപദേഷ്ടാവായി നിയമിച്ചു. നിയമനം അടിയന്തര ഇടപെടലില്ലെങ്കിലും രാജ്യം കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുകൾക്കിടയിൽ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടന ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിൽ ഇസ്രായേൽ സൈന്യം കടന്നുകയറി. തെക്കൻ ലെബനിലെ 900 വർഷം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ ബ്യൂഫോർ കോട്ടയും അത് സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ കുന്നും പിടിച്ചെടുത്തു. ലെബന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ അധിനിവേശം നടത്തുന്നത് 1/4 നൂറ്റാണ്ടിനു ശേഷം. ലെബനിലെ സൈനിക നടപടിക്കുള്ള നാടകീയ വഴിത്തിരിവ് എന്ന് ഇസ്രായേൽ നീക്കത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരായി വരും ദിവസങ്ങളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ എതിർപ്പ് കൂടുതൽ ശക്തമാകുമെന്ന് ഡെമോക്രാറ്റിക് സെനറ്റർ കോറി ബൂക്കർ. ട്രംപ് ഭരണകൂടത്തിന്റെ സമീപകാല തീരുമാനങ്ങൾ പാർട്ടിക്കുള്ളിൽ വിള്ളൽ സൃഷ്ടിച്ചുവെന്നും ട്രംപിനെതിരെ ജനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങിയെന്നും ബുക്കർ. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ മമതാ ബാനർജി ക്യാമ്പ് കടുത്ത ആശങ്കയിൽ. മമത വിളിച്ച എംഎൽഎമാരുടെ യോഗത്തിൽ ഭൂരിപക്ഷം എംഎൽഎമാരും പങ്കെടുത്തില്ല. യോഗത്തിൽ പങ്കെടുത്തത് 80-ൽ 20 എംഎൽഎമാർ മാത്രം. അഭിഷേക് ബാനർജി അടക്കം എംഎൽഎമാരുമായി മമത ചർച്ച നടത്തി. തൃണമൂൽ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നുവെന്ന് പരിഹാസവുമായി ബിജെപി. CMRL എക്സാലോജിക് ഇടപാടിലെ ED അന്വേഷണത്തിന് സ്റ്റേയില്ല. ഹർജിയിലെ മുഴുവൻ വാദവും കേട്ട് തീരുമാനമെടുക്കാമെന്നും കോടതി. CMRL നിന്നും പ്രതിഫലമായി ലഭിച്ച 2.78 കോടി രൂപ, 45 ലക്ഷം രൂപ ശശിധരൻ കർത്തയുടെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ എംപവർ ഇന്ത്യ ലിമിറ്റഡിലേക്ക് വീണ കൈമാറിയതിനും തെളിവായ എക്സാലോജിക് കമ്പനിയുടെ ബാങ്കിംഗ് രേഖകൾ. CMRL നിന്നും ഓരോ തവണയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ പണം എത്തുമ്പോഴും 4 മുതൽ 21 ദിവസം വരെയുള്ള ഇടവേളകൾ ഈ തുക എംപവർ ഇന്ത്യക്ക് കൈമാറിയതായും SFIO റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. മുൻ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീറ്റിംഗ് ലേബർ പാർട്ടിയുടെ നേതൃപദവിയിലേക്ക് എത്താനുള്ള പോരാട്ടത്തിൽ സ്റ്റാമർ ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ച് MP ഇപ്പോൾ തന്റെ പ്രധാനമന്ത്രിയുടെ നിലപാടുകളിൽ നിന്നും അകലം പാലിക്കാനുള്ള ശ്രമത്തിൽ. ലേബർ ഗവൺമെന്റ് വർദ്ധിപ്പിച്ച എംപ്ലോയ്മെന്റ് നാഷണൽ ഇൻഷുറൻസ് താൻ നേതൃപദവിയിലെത്തിയാൽ വെട്ടിക്കുറയ്ക്കുമെന്ന് വെസ്റ്റ് റീറ്റിംഗിന്റെ വാഗ്ദാനം. കൂടാതെ യുവാക്കളെ ജോലിക്കായി എടുക്കുന്നതിന് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഇൻസെന്റീവുകൾ നൽകുവാനും അദ്ദേഹം പദ്ധതിയിടുന്നുണ്ട്. എണ്ണ കമ്പനികളിൽ നിന്നും കൂടുതൽ നികുതി കണ്ടെത്താനും നീക്കമുണ്ട്. ഇതിനായി നോർത്ത് സീയിൽ പുതിയ എണ്ണ ഗ്യാസ് ഡ്രില്ലിംഗ് അനുവദിക്കുമെന്നും സൺഡേ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ റീറ്റിംഗ് വ്യക്തമാക്കി. കെ സ്റ്റാമർ ഗവൺമെന്റിന്റെ നയങ്ങളിൽ നിന്നും അകലം പാലിക്കുന്ന നിലപാടാണ് റീറ്റിംഗ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ലേബർ നേതൃത്വ പോരാട്ടം ഉണ്ടായാൽ സ്റ്റാമർക്കെതിരെ മത്സരിക്കാനുണ്ടാകും എന്ന് മുൻ മന്ത്രി പറയുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ രാജ്യത്തെ തിരികെ കെട്ടാനും ധനികർക്ക് നികുതി ഏർപ്പെടുത്താനുമാണ് ഇദ്ദേഹത്തിന് പരിപാടിയുണ്ട്. ഇതിനിടയിൽ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നാഷണൽ ഇൻഷുറൻസ് കട്ട് എന്ന ആശയം റീറ്റിംഗ് മുന്നോട്ട് വെക്കുന്നത്. അധികാരത്തിലെത്തിയ ശേഷം ആദ്യ ബഡ്ജറ്റിൽ തന്നെ എംപ്ലോയർ നാഷണൽ ഇൻഷുറൻസ് 13.8% നിന്നും 15% ഉയർത്തും. ഇത് അടയ്ക്കേണ്ട ശമ്പള പരിധി 9,100 പൗണ്ടിൽ നിന്നും 5,000 പൗണ്ടായി കുറയ്ക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ആരാധകർ പങ്കെടുത്ത ആഴ്സണൽ ഫുട്ബോൾ ക്ലബിന്റെ വിജയ പരേഡിനിടെ ലണ്ടനിൽ വ്യാപക അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2004 ശേഷം ആദ്യമായി പുരുഷ ടീം പ്രീമിയർ ലീഗ് കിരീടം നേടിയതും വനിതാ ടീം ഫിഫ വനിതാ ചാമ്പ്യൻസ് കപ്പ് ഉയർത്തിയതും ആഘോഷിക്കാനാണ് വടക്കൻ ലണ്ടനിലെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ചുറ്റും ജനം തടിച്ചുകൂടിയത്. ആഴ്സണൽ ഫുട്ബോൾ ക്ലബിന്റെ വിജയ പരേഡിനിടെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് 16 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ച് ബഹളമുണ്ടാക്കൽ, മയക്കുമരുന്ന് ഉപയോഗം, ലൈംഗിക അതിക്രമം, അടിയന്തര വിഭാഗം ജീവനക്കാരെ ആക്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ആഘോഷങ്ങൾക്കിടയിൽ ഹോൺസി റോഡിൽ ഒരാൾക്ക് കുത്തേറ്റതായും റിപ്പോർട്ടുണ്ട്. ഇയാളെ എയർ ആംബുലൻസ് മാർഗം വഴി ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനായി പോലീസിന് പ്രത്യേക സ്റ്റോപ്പ് ആൻഡ് സെർച്ച് അധികാരങ്ങൾ താൽക്കാലികമായി നൽകേണ്ടി വന്നു. കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ കയറി നിന്ന് 75ഓളം പേരെ ലണ്ടൻ അഗ്നിശമന സേന സുരക്ഷിതമായി താഴെയിറക്കി രക്ഷപ്പെടുത്തി. ആഘോഷങ്ങൾ വലിയൊരു കാഴ്ചകളായിരുന്നു എങ്കിലും
ആളുകൾ അപകടകരമായ രീതിയിൽ കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറുന്നതും കരിമരുന്ന് പ്രയോഗങ്ങൾ നടത്തുന്നതും ഒഴിവാക്കണമെന്ന് ലണ്ടൻ ഫയർഫോഴ്സ് അസിസ്റ്റന്റ് കമ്മീഷണർ പാറ്റ് ഗൗബോൾ ആരാധകരോട് അഭ്യർത്ഥിച്ചിരുന്നു. UK-യിൽ രൂക്ഷമാകുന്ന യുവ തൊഴിലില്ലായ്മ പ്രതിസന്ധി നേരിടാൻ പുതിയ നീക്കവുമായി UK സർക്കാർ. പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ മാർക്സ് ആൻഡ് സ്പെൻസറുടെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് മാർക്ക് ബോണ്ടിനെ തൊഴിൽ വിഷയങ്ങളിലെ സർക്കാർ ഉപദേഷ്ടാവായി നിയമിച്ചു. 2010 മുതൽ 2016 വരെ മാർക്സ് ആൻഡ് സ്പെൻസർ നയിച്ച ബുളാൻസ് രാജ്യത്തെ പ്രമുഖ വ്യവസായ നേതാക്കളുടെ ഉച്ചകോടിക്ക് നേതൃത്വം നൽകും. അടിയന്തര ഇടപെടലില്ലെങ്കിൽ രാജ്യം കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുകൾക്കിടയിലാണ് ഈ നിയമനം. നിലവിൽ 16 മുതൽ 24 വയസ്സുവരെയുള്ള ഏകദേശം 10 ലക്ഷം യുവാക്കൾ വിദ്യാഭ്യാസത്തിലോ തൊഴിൽ മേഖലയിലോ പരിശീലന പരിപാടികളിലോ ഇല്ല. മുൻ ആരോഗ്യ സെക്രട്ടറി അലൻ മിൽമൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പ്രകാരം ശക്തമായ നടപടികൾ ഇല്ലെങ്കിൽ 2030 ഈ എണ്ണം 12.5 ലക്ഷമായി ഉയരാൻ സാധ്യതയുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഫോർ വർക്ക് ആൻഡ് പെൻഷനേഴ്സ് വകുപ്പിന്റെ ലീഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ബൊളാൻഡിനെ നിയമിച്ചു. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന മൂവ്മെന്റ് ടു വർക്ക് എന്ന ചാരിറ്റി സംഘടനയുമായി അദ്ദേഹം വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. ഈ കൂട്ടായ്മയിലൂടെ ഇതിനകം തന്നെ 2 ലക്ഷത്തിലധികം തൊഴിലില്ലാത്ത യുവാക്കൾക്ക് ജോലി ലഭിച്ചതായി സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. രാജ്യത്തെ വിവിധ മേഖലകളിലെ സിഇഒമാരുമായി ചേർന്ന് യുവാക്കൾക്ക് തൊഴിൽ രഹിതം അല്ലെങ്കിൽ തൊഴിൽ സൃഷ്ടിക്കുകയും തൊഴിലില്ലായ്മയുടെ ദീർഘകാല വെല്ലുവിളി നേരിടുകയും ചെയ്യുകയാണ് ബൊളാൻഡിന്റെ പ്രധാന ദൗത്യം. UK-യിൽ അഭയം തേടുന്ന യുവാക്കളുടെ പ്രായം നിർണ്ണയിക്കാൻ AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള ഹോം ഓഫീസിന്റെ പദ്ധതിക്കെതിരെ വ്യാപക പ്രതിഷേധം. 100-ലധികം അഭയാർത്ഥി ബാലാവകാശ സംഘടനകളുടെ കൂട്ടായ്മയാണ് ഈ നീക്കത്തെ ശക്തമായി അപലപിച്ചിരിക്കുന്നത്. AI സാങ്കേതിക വിദ്യയുടെ പിഴവുകൾ കാരണം പ്രായപൂർത്തിയാകാത്ത നിരവധി കുട്ടികൾ മുതിർന്നവരുടെ തടങ്കൽ കേന്ദ്രങ്ങളിലോ ജയിലുകളിലോ തെറ്റായി പാർപ്പിക്കപ്പെടാൻ ഇത് ഇടയാക്കുമെന്നും ചാരിറ്റി സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. സംഘർഷങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന യുവാക്കളുടെ മുഖഭാവത്തെയും പ്രായത്തെയും അവരുടെ മാനസിക ആഘാതം, പോഷകാഹാരക്കുറവ്, കഠിനമായ യാത്രകൾ എന്നിവയെ ബാധിക്കാം. ഇത്തരം മാനുഷിക ഘടകങ്ങൾ കൃത്യമായി വിലയിരുത്താൻ AIക്ക് കഴിയില്ല എന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലുള്ള ഡാറ്റ സൈറ്റുകൾ പക്ഷപാതവും ചിത്രങ്ങളുടെ മോശം ഗുണനിലവാരവും AIയുടെ കൃത്യതയെ ബാധിക്കാം. ഇത് മനുഷ്യർ വരുത്തുന്ന പിഴവുകൾക്ക് പകരം യന്ത്രപിശകുകൾ വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. പ്രായപൂർത്തിയായ കുടിയേറ്റക്കാർ തെറ്റായ പ്രായം കാണിച്ച് സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ യഥാർത്ഥ കുട്ടികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സംരക്ഷിക്കാനുമാണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതെന്നും UK അതിർത്തി സുരക്ഷാ അഭയ മന്ത്രി അലക്സ് നോറിസ് വ്യക്തമാക്കി. AI നൽകുന്ന വിവരങ്ങൾ ഒരു സഹായകമായി മാത്രമേ ഉപയോഗിക്കാനാകൂ എന്നും അന്തിമ തീരുമാനങ്ങൾ ഇമിഗ്രേഷൻ ഓഫീസർമാർ തന്നെയായിരിക്കും എടുക്കുകയെന്നും ഹോം ഓഫീസ് അറിയിച്ചു. അടച്ചിട്ട മുറിക്കുള്ളിലെ തീവ്രപരിചരണത്തിന് പകരം പ്രകൃതിയോട് ചേർന്നുള്ള ചികിത്സാ അന്തരീക്ഷം ഒരുക്കി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ലണ്ടനിലെ കിങ്സ് കോളേജ് ആശുപത്രി. ലോകത്തിലെ ആദ്യ റൂഫ് ടോപ്പ് തീവ്രപരിചരണ വാർഡ് സൗത്ത് ലണ്ടനിലെ പ്രമുഖ ആശുപത്രിയായ കിങ്സ് കോളേജ് ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചു. ആശുപത്രി കെട്ടിടത്തിന്റെ 5ാം നിലയാണ് ഭൂപ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന രീതിയിലുള്ള അത്യാധുനിക തുറന്ന വാർഡ് സജ്ജീകരിച്ചിരിക്കുന്നത്. 2012 ലണ്ടൻ ഒളിമ്പിക്സ് പാർക്ക് രൂപകൽപ്പന ചെയ്ത പ്രശസ്ത ഗാർഡൻ ഡിസൈനർമാരാണ് പുൽമേട്ടിലെ വാർഡ് എന്ന ആശയത്തിൽ ഈ പ്രത്യേക ICU സ്പേസ് ഒരുക്കിയത്. കിങ്സ് കോളേജ് ഹോസ്പിറ്റൽ ചാരിറ്റിയുടെ സമാഹരിച്ച 22 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് 6 ബെഡ്റൂമുകളുള്ള ഈ വാർഡ് നിർമ്മിച്ചത്. രോഗികളുടെ കിടക്കകൾക്ക് സമീപമുള്ള പ്രത്യേക വാട്ടർ പ്രൂഫ് ക്യാബിനുകളാണ് ഓക്സിജൻ സപ്ലൈ, വൈദ്യുതി, മറ്റു മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നത്. മുല്ല, ലാവണ്ടർ തുടങ്ങിയ സുഗന്ധമുള്ള ചെടികളും പുല്ലുകളും രോഗികൾക്ക് കിടക്കയിൽ നിന്ന് തന്നെ കാണാനും തൊട്ടറിയുവാനും കഴിയുന്ന രീതിയിലാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ കഴിയുന്ന രോഗികൾക്ക് പോലും ശുദ്ധവായുവും സൂര്യപ്രകാശവും ലഭ്യമാക്കുക എന്നതാണ് ഈ വാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2 മാസത്തിലേറെയായി ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 29 വയസ്സുകാരി ഹോളി അലനാണ് ഈ ഓപ്പൺ എയർ വാർഡിലെത്തിയ ആദ്യ രോഗി. ആശുപത്രിക്ക് പുറത്തുള്ള ലോകം എങ്ങനെയാണ് എന്ന് താൻ പൂർണ്ണമായും മറന്നുപോയിരിക്കുന്നുവെന്നും ഇത്ര മനോഹരമായ അന്തരീക്ഷത്തിലേക്ക് വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് എന്നും ഹോളി പ്രതികരിച്ചു. വെന്റിലേറ്റർ മാറ്റാതെ തന്നെ രോഗികളെ കിടക്കയോടെ ലിഫ്റ്റ് വഴി റൂഫ് ടോപ്പിലേക്ക് എത്തിക്കാനുള്ള രീതിയാണ് വാർഡിന്റെ നിർമ്മാണം. ആ രീതിയിലാണ് വാർഡ് നിർമ്മിച്ചിരിക്കുന്നത്. ദീർഘകാലം ICUയിൽ കഴിയുന്ന രോഗികളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ICU ഡെലീരിയം അഥവാ മാനസിക ആശയക്കുഴപ്പം കുറയ്ക്കാൻ പ്രകൃതിയുമായുള്ള സമ്പർക്കം സഹായിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റൂഫ് ടോപ്പ് വാർഡിലെ ശുദ്ധവായു, പ്രകാശം, പ്രകൃതി സാന്നിധ്യം എന്നിവ രോഗികളുടെ ശ്വസന രീതിയിലും രക്തസമ്മർദ്ദത്തിലും ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണ്. പ്രകൃതിയോട് ചേർന്നുള്ള അന്തരീക്ഷം
രോഗികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വലിയ ഉത്തേജനം നൽകുന്നു എന്നും ആശുപത്രിയിലെ കൺസൾട്ടന്റ് വ്യക്തമാക്കുന്നു. ആനന്ദ് TV 5-ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 വർണ്ണാഭമായ തുടക്കം. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ആനന്ദ് TV അവാർഡ്. യുകെയിലെ മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിലാണ് ഈ അവാർഡ് നിശ അരങ്ങേറുന്നത്. ഗലപോൾ വഴിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന ആനന്ദ് TV 5-ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 യുകെയിലെ മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിൽ നടക്കും. മലയാള സിനിമാ ലോകത്തെ അഭിനയ പ്രതിഭകൾ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമാകും. മലയാള സിനിമയുടെ അഭിനയ കുലപതി മമ്മൂട്ടി ഉൾപ്പെടെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ഭാവന, ഉണ്ണി മുകുന്ദൻ, മനോജ് കെ ജയൻ, അനന്യ, അനശ്വര രാജൻ, മിഥുൻ രമേശ്, നിഖില വിമൽ, ഗായകരായ MG ശ്രീകുമാർ, സിത്താര കൃഷ്ണകുമാർ എന്നിവർ അവാർഡിൽ അണിനിരക്കും. പരിപാടിക്ക് മാറ്റുകൂട്ടാൻ സിനിമാ താരങ്ങളുടെ നൃത്ത സംഗീത വിരുന്നും സ്കിറ്റും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ടിക്കറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുക്കുന്ന ലിങ്കിലും നമ്പറിലും ബന്ധപ്പെടുക. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട ലെബന്റെ കൂടുതൽ ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നുകയറി. തെക്കൻ ലെബനിലെ 900 വർഷം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ ബ്യൂഫോർട്ട് കോട്ടയും അത് സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ കുന്നും പിടിച്ചെടുത്തു. 1/4 നൂറ്റാണ്ടിന് ശേഷമുള്ള ലെബന്റെ ഇത്ര ഉള്ളിലേക്കുള്ള ഇസ്രായേൽ അധിനിവേശം നടത്തുന്നത്. മധ്യകാലഘട്ടത്തിലെ തന്ത്രപ്രധാനമായ കോട്ട സൈന്യം പിടിച്ചെടുത്തത് പതാക നാട്ടിയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് അറിയിച്ചത്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തെക്കൻ ലെബനിലെ വലിയൊരു ഭാഗം കോട്ടയിൽ നിന്നും നിരീക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രാധാന്യം. ലെബനിലെ സൈനിക നടപടിയുൾപ്പെടെയുള്ള നാടകീയ വഴിത്തിരിവെന്ന ഈ നീക്കത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ആവശ്യമെങ്കിൽ കൂടുതൽ ഉള്ളിലേക്ക് നടപടി വ്യാപിപ്പിക്കുമെന്നും ഇസ്രായേൽ സേനാ വക്താവ് അവിച്ചായ് അഡ്രെ പറഞ്ഞു. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞ് ബ്യൂഫോർട്ടിന് സമീപത്തെ നബാത്തിയ നഗരത്തിലും സുലുക്കി താഴ്വരയിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു. നബാത്തിയിൽ നിന്നും 5 കിലോമീറ്റർ ഉള്ളിലാണ് നിലവിൽ സൈന്യമുള്ളത്. വെടിനിർത്തൽ കരാറിൽ അതിർത്തിയായി നിശ്ചയിച്ച ലിദാനി നദി മുറിച്ചു കടന്ന് സൈന്യം മുന്നേറി എന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിനിടെ ടൈറിൽ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 13 ആരോഗ്യ പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ളയുടെ ഡ്രോണേറ്റ് ഇസ്രായേൽ പട്ടാളക്കാരൻ മരിച്ചു. സഹ്റാനി നദിക്കു കിഴക്കുള്ള ലെബനൻകാരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചു. ലെബനൻ വിഷയത്തിൽ UN രക്ഷാസമിതി അടിയന്തര യോഗം ചേരണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടിരുന്നു. ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള പോർമുഖം തുറന്നതോടെ മാർച്ച് 2-നാണ് ഇസ്രായേൽ വീണ്ടും ലെബനിൽ യുദ്ധം ആരംഭിച്ചത്. ഏപ്രിൽ 17 മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നു എങ്കിലും ഇസ്രായേൽ ഹിസ്ബുള്ളയും അത് നിരന്തരം ലംഘിച്ചു. മാർച്ച് മുതൽ 3350 പേർ ലെബനിൽ മരിച്ചു. ഇസ്രായേലിന് 25 പട്ടാളക്കാരെ നഷ്ടമായി. വെള്ളിയാഴ്ച US നടന്ന ഇസ്രായേൽ ലെബനൻ സൈനിക തല ചർച്ചയിൽ പുരോഗതിയുണ്ട് എന്ന് US വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരായ വരും ദിവസങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ എതിർപ്പ് കൂടുതൽ ശക്തമാകുമെന്ന് ഡെമോക്രാറ്റിക് സെനറ്റർ കോറി ബുക്കർ അഭിപ്രായപ്പെട്ടു. ട്രംപ് ഭരണകൂടത്തിന്റെ സമീപകാല തീരുമാനങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും വിമർശനം. ഭരണകൂടത്തിന്റെ നടപടികൾ അമേരിക്കൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ തന്നെ തകർക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. ജനുവരി 6 ക്യാപിറ്റൽ കലാപവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടവരെങ്കിലും പിന്നീട് ട്രംപ് മാപ്പ് നൽകിയവരുൾപ്പെടെ ഇവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ലക്ഷ്യമിട്ട് $180 കോടി പ്രത്യേക ഫണ്ട് രൂപീകരിക്കാനുള്ള നീക്കത്തെയും ബുക്കർ വിമർശിച്ചു. പൊതുപണം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വിനിയോഗിക്കാൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. അതേസമയം ഈ ഫണ്ട് രൂപീകരിക്കുന്നത് ഫെഡറൽ കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് ഭരണകൂടത്തിന്റെ വിവിധ തീരുമാനങ്ങൾ കോടതികൾ തടഞ്ഞതും വലിയ ചർച്ചയായി മാറി. ഇതിനിടെ വാഷിംഗ്ടണിലെ പ്രശസ്തമായ ജോൺ F. കെന്നഡി സെന്ററിൽ നിന്നും ട്രംപിന്റെ പേര് നീക്കം ചെയ്യണമെന്നും കോടതി ഉത്തരവിട്ടതും വിവാദമായി. ഈ തീരുമാനത്തെ ട്രംപ് ശക്തമായി വിമർശിച്ചു എങ്കിലും പിന്നീട് വിഷയം കോൺഗ്രസിന് വിട്ടുകൊടുക്കണമെന്ന് വ്യക്തമാക്കി. കെന്നഡി സെന്ററിന് സമീപം സ്വന്തം പേര് നൽകാനുള്ള ട്രംപിന്റെ നീക്കത്തെ ബുക്കർ ചോദ്യം ചെയ്തു. കൊല്ലപ്പെട്ട മുൻ പ്രസിഡന്റ് ജോൺ F. കെന്നഡിയുടെ സ്മാരക സ്ഥാപനത്തിന് ട്രംപിന്റെ പേര് നൽകിയത് അനാദരവാണെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നിരവധി നേതാക്കൾ സ്വകാര്യ സംഭാഷണങ്ങളിൽ നിന്നും ട്രംപിന്റെ നടപടികളോട് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ബുക്കർ അവകാശപ്പെട്ടു. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ വിവാഹ ദിനത്തിലുണ്ടായ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മലയാളിയായ മരണം പൈലറ്റും മരിച്ചു. വധുവിന് പരിക്കേറ്റു. അമേരിക്ക സ്ഥിര താമസക്കാരനായ മൂവാറ്റുപുഴ വീട്ടൂർ കടുവാൾക്കുഴി ഡേവിഡ് ഫിജിയാണ് മരിച്ചത്. പരിക്കേറ്റ് തലവടി ചുടുകാട്ടിൽ ജസ്വിൻ വില്ലയിൽ ഉമ്മൻ ഷീല സാം ദമ്പതികളുടെ മകൾ ജസ്റ്റീന മെട്രോ അറ്റ്ലാന്റയിൽ ചികിത്സയിലാണ്. മരിച്ച ഡേവിഡ് ഫിജി ഡെൽറ്റ എയർലൈൻസിലെ പൈലറ്റാണ്. ജോർജിയ ഡോസൺ കൗണ്ടിയിൽ അമേരിക്കൻ സമയം വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. വിവാഹ സൽക്കാരം കഴിഞ്ഞ് വധൂവരന്മാർ റോബിൻസൺ
R-66 ഹെലികോപ്റ്ററിൽ ഹോട്ടലിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ഹെലികോപ്റ്റർ ഡോൺസൺ വില്ലയിലെ 24 മൗണ്ട് വെനൺ ഡ്രൈവിന് സമീപമാണ് തകർന്നടിഞ്ഞത്. വിജന സ്ഥലമാണ് ഇത്. അപകടത്തെ തുടർന്ന് ബോധരഹിതരായി പോയ ജസ്ന 5 മണിക്കൂറോളം കഴിഞ്ഞാണ് ഉണർന്നപ്പോൾ വിവരം ഹെൽപ്പ് ലൈനിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തകരെത്തി ജസ്നയെ ആശുപത്രിയിൽ എത്തിച്ചു. ഹെലികോപ്റ്റർ പുറപ്പെട്ട ശേഷം കാലാവസ്ഥ മോശമായതും മരച്ചിലിൽ തട്ടിയതുമാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. സംഭവത്തിൽ നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ് അന്വേഷണം തുടങ്ങി. വെള്ളിയാഴ്ച പകൽ സമയത്തായിരുന്നു ഡേവിഡിന്റെയും ജസ്നയുടെയും വിവാഹം. ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ വിപുലമായാണ് നടന്നത്. ആഘോഷങ്ങൾക്ക് ശേഷം വടക്കൻ ജോർജിയയിലെ വിവാഹവേദിയിൽ നിന്ന് മടങ്ങവെയാണ് വധൂവരന്മാർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നടിഞ്ഞത്. പ്രൊഫഷണൽ പൈലറ്റായ ഡേവിഡ് ഫിജി തന്നെയാണ് ഹെലികോപ്റ്റർ നിയന്ത്രിച്ചിരുന്നത് എന്ന തരത്തിൽ ആദ്യ സൂചനകൾ വന്നിരുന്നു എങ്കിലും അപകട സമയത്ത് മറ്റൊരു പൈലറ്റാണ് വിമാനം പറത്തിയിരുന്നത് എന്ന് പിന്നീട് അധികൃതർ സ്ഥിരീകരിച്ചു. വീട്ടൂർ എബന്യസ് സ്കൂൾ അധ്യാപകനായിരുന്ന ഫിജി ജോർജിന്റെ പിതാവിന്റെ കാലത്തു തന്നെയാണ് കുടുംബം അമേരിക്കയിൽ താമസം തുടങ്ങിയത്. ഫിജിയും ബേബയും ബംഗളൂരുവിൽ ബീഫ് ഫാം പഠിച്ച ശേഷം അമേരിക്കയിൽ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുകയായിരുന്നു. തലപടി സ്വദേശിയായ സാമും കുടുംബവും കഴിഞ്ഞ 20 വർഷമായി അമേരിക്കയിൽ താമസമാണ്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം തിങ്കളാഴ്ച വിട്ടു നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ലണ്ടനിലെ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മോഹൻജി ഫൗണ്ടേഷനും ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും സംയുക്തമായി വൈശാഖ മാസാചരണം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. മെയ് 30 ശനിയാഴ്ച വൈകുന്നേരം 5:30 മുതൽ തോണ്ടൻ ഹീത്തിലുള്ള വെസ്റ്റ് തോണ്ടൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ചടങ്ങുകൾ നടത്തപ്പെട്ടത്. അന്നേ ദിവസം വൈശാഖ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വൈകിട്ട് 5:30 ഡോക്ടർ കണ്ണൻ പരമേശ്വരൻ ഭഗവത്ഗീതയെ സംബന്ധിച്ച പ്രഭാഷണം നടത്തിയിരുന്നു. അനേകം വർഷങ്ങൾ ഇന്ത്യയിലും അമേരിക്കയിലും വിവിധ സർവകലാശാലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ കണ്ണൻ ലണ്ടൻ കലാ പുരസ്കാരം 2015 നേടിയ പ്രസിദ്ധനായ കഥകളി നടനും കൂടിയാണ്. പ്രഭാഷണത്തിന് ശേഷം ദീപാരാധനയും അന്നദാനവും നടത്തപ്പെട്ടു. ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഒട്ടനവധി ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു. വൈശാഖ മാസാചരണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ലണ്ടനിലെ ഗുരുവായൂരപ്പ സേവ സമിതി നന്ദി അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.80 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 94.96 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 110.68 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 68.73 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. രാജ്യത്ത് പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോയുടെ സിലിണ്ടറാണ് വില വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ 46 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ കൊച്ചിയിൽ ഒരു സിലിണ്ടറിന് 3131 രൂപയായി. ഡൽഹിയിൽ സിലിണ്ടറിന് 42 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3113 രൂപയായി. കൊൽക്കത്തയിൽ 53 രൂപയും സിലിണ്ടറിന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 5 കിലോയുടെ ഫ്രീഡഡ് LPG സിലിണ്ടറുകളുടെ വിലയിൽ 11 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ 5 കിലോയുടെ സിലിണ്ടറിന് ഡൽഹിയിൽ വില 821.50 രൂപയായി. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. മെയ് ആദ്യവും വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിയിരുന്നു. 993 രൂപയുടെ വർധനവാണ് അന്നുണ്ടായിരുന്നത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ മമതാ ബാനർജി ക്യാമ്പ് കടുത്ത ആശങ്കയിൽ. മമത വിളിച്ച MLA-മാരുടെ യോഗത്തിൽ ഭൂരിപക്ഷവും പങ്കെടുക്കാത്തതിൽ നേതൃത്വത്തിന് കടുത്ത ആശങ്ക. യോഗത്തിൽ പങ്കെടുത്തത് 80-ൽ 20 പേർ മാത്രമാണ് MLA-മാർ. പലരും പ്രതിഷേധ സ്ഥലങ്ങളിൽ നിന്നാണ് ന്യായീകരണം. അഭിഷേക് ബാനർജി അടക്കം MLA-മാരായി സംസാരിക്കുന്നുണ്ടായിരുന്നു. തൃണമൂലിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് BJP-യുടെ പരിഹാസം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ തൃണമൂൽ കോൺഗ്രസിലെ തമ്മിലടി മൂക്കുകയാണ്. പ്രാദേശിക നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്കിന് പിന്നാലെ നേതാക്കൾ പരസ്യമായി തമ്മിലടി തുടങ്ങിയതോടെ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും കടുത്ത പ്രതിസന്ധിയിലായി. ഇന്നലെയാണ് ബരാസത്ത് MPയും TMC വനിതാ വിഭാഗം ദേശീയ അധ്യക്ഷയുമായ കാക്കോലി ഘോഷ് ദസ്താരി ശ്രീരാംപൂർ MPയുമായി മുതിർന്ന നേതാവുമായ കല്യാൺ ബാനർജിക്കെതിരെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് പരാതി നൽകിയത്. പാർലമെന്റിനകത്ത് നിരന്തരം കല്യാൺ ബാനർജി വനിതാ നേതാക്കളെ അപമാനിച്ചു എന്നാണ് പരാതിയിലുള്ളത്. ലോക്സഭാ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും കാക്കോലിയെ മാറ്റി കല്യാൺ ബാനർജിയെ നിയമിച്ചതിന് പിന്നാലെയാണ് പരാതി നൽകിയത്. ആരുടെയോ പ്രേരണയാലാണ് പരാതി എന്നാണ് കല്യാൺ ബാനർജി തിരിച്ചടിച്ചു. കല്യാൺ ബാനർജിക്കെതിരെ പോലീസിലും പരാതി നൽകുമെന്നും കാക്കോലി വ്യക്തമാക്കി. കാക്കോലിക്ക് പിന്നാലെ ദേശീയ വക്താവ് സ്ഥാനത്തു നിന്നും രാജിവെച്ച മുൻ MP ശന്തനു സെന്നും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച TMC ബംഗാളിലെ ജനം തള്ളിക്കളഞ്ഞുവെന്ന് തുറന്നടിച്ചു. മറ്റൊരു വക്താവാണ് ബിശ്വജിത് ദേവ് പാർട്ടി ചിഹ്നഭിന്നമാക്കാൻ അധികം സമയം വേണ്ട എന്നും
ഇത്രയും അഴിമതി നടന്നിട്ടും അമിതയും അഭിഷേകും അറിഞ്ഞില്ലെന്ന് കരുതാനാകില്ല എന്ന് പറഞ്ഞു. അതേസമയം TMCയിലെ പൊട്ടിത്തെറി നിരീക്ഷിക്കുന്ന BJP ചാടാൻ തയ്യാറായ നേതാക്കളെ ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി പര്യടനം തുടരുന്ന മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതാക്കളുമായി നേരിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് നിലവിലെ വിവരം. പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കാനോ രാജ്യവ്യാപകമായി ഗോവധ നിരോധനം ഏർപ്പെടുത്താനോ ആലോചനയില്ല എന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. വിവിധ വിഭാഗങ്ങൾ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരം വിഷയങ്ങളിൽ പ്രാദേശിക പരിഗണനകൾക്കും നിലപാടുകൾക്കും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ വിഷയം കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയിൽ അത്തരമൊരു കാര്യമില്ല. സർക്കാരിനോ കേന്ദ്ര മന്ത്രിസഭയ്ക്കോ അങ്ങനെ ഒരു നിർദ്ദേശത്തിൽ ഇടപെടേണ്ടി വന്നാൽ എല്ലാവരെയും അറിയിക്കുമെന്നും PTIക്ക് നൽകിയ അഭിമുഖത്തിൽ മന്ത്രി വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിലടക്കം ഗോവധ നിരോധനം ആവശ്യപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുന്നത് അറിയുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുത്വ സംഘടനകൾ ഗോവധ നിരോധനത്തിനായി മുറവിളി കൂട്ടുമ്പോൾ ഒരു ഭാഗം മുസ്ലിം സംഘടനകളും പണ്ഡിതന്മാരും പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്നും ഗോവധ നിരോധനം നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സംഘർഷങ്ങളെ ഒഴിവാക്കാൻ ഈ തീരുമാനത്തിലൂടെ കഴിയുമെന്നാണ് ജാമിയത്ത് ഉലമ ഹിന്ദ് മേധാവി മൗലാന അർഷാദ് മദാനി അഭിപ്രായപ്പെട്ടത്. CMRL എക്സാലോജിക് ഇടപാടിലെ ED അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. ഹർജിയിലെ മുഴുവൻ വാദവും കേട്ട് തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു CMLRന്റെ ആവശ്യം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. CMRL എക്സാലോജിക് ഇടപാടിലെ ED അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. FIR കുറ്റകൃത്യമോ ഇല്ലാതെ ED അന്വേഷണം തുടങ്ങിയെന്നും അധികാരപരിധി മറികടന്നാണ് EDയുടെ അന്വേഷണം എന്നുമായിരുന്നു CMRL വാദങ്ങൾ. EDയുടെ സമൻസിന് അന്വേഷണ സ്വഭാവമെന്നും CMRL കോടതി വ്യക്തമാക്കി. CMLRന് നിന്നും പ്രതിഫലമായി ലഭിച്ച 2.78 കോടി രൂപയിൽ 45 ലക്ഷം രൂപ ശശിധരൻ കർത്തയുടെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ എംപവർ ഇന്ത്യ ലിമിറ്റഡിലേക്ക് വീണ കൈമാറിയതിന് തെളിവായി എക്സാലോജിക് കമ്പനിയുടെ ബാങ്കിംഗ് രേഖകൾ. CMLRൽ നിന്നും ഓരോ തവണയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ പണം എത്തുമ്പോഴും 4 മുതൽ 21 ദിവസം വരെ ഇടവേളയിൽ ഈ തുക എംപവർ ഇന്ത്യക്ക് കൈമാറിയതായി SFOIO റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വീണയ്ക്ക് 2 തവണയായി ശശിധരൻ കർത്ത നൽകിയ 50 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചു കിട്ടാനായി പൊതുമേഖലാ കമ്പനിയായ CMLRനെ ഉപയോഗപ്പെടുത്തിയെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ രേഖ. കർത്തയുടെ കടം വീട്ടലിന് പുറമെ 2.33 കോടി രൂപ വീണയുടെയും എക്സാലോജിക്കിന്റെയും കയ്യിലുമെത്തി. 2019 ഫെബ്രുവരി വരെ എക്സാലോജിക്കിനും 2020 വീണയ്ക്കും CMLRന് പ്രതിഫലം നൽകിയിരുന്നു. എന്നാൽ 2020-21 വർഷം കമ്പനി നഷ്ടത്തിലായിരുന്നു. പിന്നാലെ അടച്ചുപൂട്ടി. CMLRനും ലഭിച്ച 2.33 കോടി രൂപ വീണ കമ്പനിയുടെ ബിസിനസ് വളർച്ചയ്ക്ക് ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ എവിടെ പോയി എന്നതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ട്. വീണയ്ക്ക് 5 ലക്ഷം രൂപയും വീണ മാത്രം ഉടമസ്ഥയായ എക്സാലോജിക് കമ്പനിക്ക് 3 ലക്ഷം രൂപയുമായിരുന്നു ഓരോ മാസവും CMRL നൽകിയിരുന്ന പ്രതിഫലം. എക്സാലോജിക്കും CMRലും കരാറിലെത്തിയത് 2017 തുടക്കത്തിലാണ്. ആ വർഷം മെയ് മുതൽ 2019 ജനുവരി വരെ CMLRന് ലഭിച്ച പ്രതിഫലമാണ് എക്സാലോജിക് നേരെ എംപവർ ഇന്ത്യയിലേക്ക് കൈമാറിയത്. മെയ് 4 അക്കൗണ്ടിൽ ആദ്യ പ്രതിഫലമായി എത്തിയ 3 ലക്ഷം രൂപയ്ക്കും മെയ് 9 തന്നെ മാറ്റി. ഇങ്ങനെ ഏതാനും ദിവസങ്ങളുടെ ഇടവേള തുക മാറിക്കൊണ്ടിരുന്നു എന്നാണ് ചാർട്ട് വ്യക്തമാക്കുന്നത്. CMLRൽ ആദായ നികുതി റെയ്ഡ് നടന്ന് 2019 ജനുവരി വരെ തുക കൃത്യമായി എക്സാലോജിക്കിന് നൽകി. അപ്പോഴേക്കും 45 ലക്ഷം രൂപ എംപവർ ഇന്ത്യയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു. CMLRുമായി കരാർ വയ്ക്കുന്നതിന് മുൻപ് 2016 നവംബറിൽ എക്സാലോജിക് 4 ലക്ഷം രൂപ തിരിച്ചടച്ചത് കൂടി ചേർത്താൽ 49 ലക്ഷം രൂപ എക്സാലോജിക്കിൽ നിന്നും എംപവറിന് തിരിച്ചടവ് ലഭിച്ചു. 12% പലിശയ്ക്കാണ് 50 ലക്ഷം എക്സാലോജിക് വായ്പ നൽകിയിരുന്നത്. റെയ്ഡ് നടന്നില്ലായിരുന്നു എങ്കിൽ പലിശ കൂടി CMLRന്റെ ചെലവിൽ എക്സാലോജിക്കിൽ നിന്നും ഈടാക്കാൻ കർത്തയുടെ എംപവർ കമ്പനിക്ക് കഴിയുമായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യ ദക്ഷിണേന്ത്യൻ സംഗമം ഞായറാഴ്ച കൊച്ചിയിൽ നടക്കുമെന്നത് പ്രചരണത്തിൽ മാത്രം ഒതുങ്ങി. CJP കൊച്ചി മീറ്റപ്പ് എന്ന പേരിൽ ടെലിഗ്രാമിലൂടെ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് മറൈൻ ഡ്രൈവിൽ CJP അനുഭാവികൾ ഒത്തുചേരും എന്നായിരുന്നു സന്ദേശം. ഒപ്പം CJPയുടെ പോസ്റ്ററുകളും ഉണ്ടായിരുന്നു. പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്താൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. അംഗങ്ങളെ പരിചയപ്പെടുക, പാർട്ടി നിയമപരമായി രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ചർച്ച ചെയ്യുക, നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുക തുടങ്ങിയ 5 അജണ്ടകൾ ഗ്രൂപ്പിൽ പങ്കുവച്ചിരുന്നു. സമാധാനപരമായി പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേരും മേൽവിലാസവും ഫോൺ നമ്പറും പ്രായവും രേഖപ്പെടുത്തണമെന്ന് സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം മുഴുവൻ സൈബർ ഇടത്തിലാണെന്നിരിക്കെ ആദ്യ ഒത്തുചേരൽ കൊച്ചിയിലായിരിക്കുമെന്ന പ്രചരണം രാജ്യശ്രദ്ധ നേടിയിരുന്നു. ഇതേ തുടർന്ന് ക്രമസമാധാന പ്രശ്നങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകാതിരിക്കാൻ പോലീസും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ സംഘങ്ങൾ അന്വേഷണം തുടങ്ങിയിരുന്നു. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ മാധ്യമങ്ങൾ മുഴുവൻ മറൈൻ ഡ്രൈവിൽ എത്തിയെങ്കിലും കൂട്ടായ്മയ്ക്കായി ആരും എത്തിയിരുന്നില്ല. പൊതുസ്ഥലത്ത് ഒത്തുചേരലിനും പോലീസിൽ നിന്നും അനുമതി വാങ്ങിയിരുന്നതുമില്ല. അതിനിടെ സന്ദേശം പ്രചരിപ്പിച്ച ടെലിഗ്രാം അക്കൗണ്ടുകൾ സൈബർ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. CJPയുടെ 1-ലധികം ഗ്രൂപ്പുകൾ ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് ജില്ലാ തലത്തിലോ
സംസ്ഥാന തലത്തിലോ പ്രത്യേക നേതൃത്വമോ മറ്റോ ഇല്ല എന്നാണ് നിലവിലെ വിവരം. എങ്കിലും ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും അന്വേഷിച്ചു വരുന്നുണ്ട്. ഇനി സ്പോർട്സ്. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തുടർച്ചയായ 2ാം കിരീടം സ്വന്തമാക്കിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിന് 5 വിക്കറ്റുകൾ തകർത്താണ് RCB തുടർച്ചയായ 2ാം വർഷവും കപ്പിൽ മുത്തമിട്ടത്. ബംഗളൂരുവിലെ സ്റ്റാർ പ്ലെയർ വിരാട് കോഹ്ലിയുടെ ഒറ്റയാൾ പ്രകടനമാണ് കിരീട നേട്ടത്തിൽ നിർണായകമായത്. 42 പന്തുകളിൽ നിന്നും പുറത്താകാതെ 75 റൺസാണ് താരം അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ അടിച്ചുകൂട്ടിയത്. 9 ബൗണ്ടറികളിൽ നിന്നും 3 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു കോഹ്ലിയുടെ ഇന്നിംഗ്സ്. ബംഗളൂരു ഓപ്പണർ വെങ്കടേഷ് അയ്യരും മത്സരത്തിൽ മികച്ചു നിന്നു. 2 സിക്സറുകളും 4 ബൗണ്ടറികളും അടക്കം 16 പന്തിൽ നിന്നും 32 ബോളുകളാണ് വെങ്കടേഷ് അയ്യർ GDക്കെതിരെ നേടിയത്. ടീം ഡേവിഡ്, നായകനായ രജത് പട്ടേർദാർ, ജിതേഷ് ശർമ്മ എന്നിവരും കളിയിൽ മികച്ചു നിന്നു. ബൗളർമാരുടെ പ്രകടനവും മത്സരത്തിൽ നിർണായകമായിരുന്നു. 4 ഓവറിൽ 27 റൺസ് വഴങ്ങിയ റാസിഖ് സലാം 3 വിക്കറ്റ് നേടി. ആ നേട്ടങ്ങൾ ഗുജറാത്തിനെ തകർക്കുന്നതിൽ നിർണായകമായിരുന്നു. 4 ഓവറിൽ 29 റൺസ് വഴങ്ങി ഭുവിയും 37 റൺസ് വഴങ്ങി ഹേസൽവുഡും 2 വിക്കറ്റുകൾ വീതം നേടി. എന്നാൽ ആദ്യ ബാറ്റ് ചെയ്യാനെത്തിയ ഗുജറാത്ത് ടൈറ്റൻസിന് വെടിക്കെട്ട് ഓപ്പണിംഗ് സമ്മാനിക്കുന്നവർക്ക് ഫൈനലിൽ പിഴച്ചിരുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസ് സായുധ് സുദർശനും ശുഭ്മാൻ ഗില്ലും അതിവേഗം മടങ്ങിയതോടെ ഗുജറാത്തിന്റെ കാര്യങ്ങൾ അവതാളത്തിലായി. ഇതോടെ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ ടീം എടുത്തത് 155 റൺസ് മാത്രം. വാഷിംഗ്ടൺ സുന്ദറിന്റെ പന്തിൽ മികച്ച പ്രകടനമാണ് ടീമിനെ ഭേദപ്പെട്ട നിലയിലെത്തിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ ലേബർ പാർട്ടിയുടെ നേതൃപദവിയിലേക്ക് എത്താനുള്ള പോരാട്ടത്തിൽ മുൻ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് വെയിറ്റിംഗ്. പ്രധാനമന്ത്രി കെ സ്റ്റാമറിന്റെ ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ച MP നേതൃത്വ പദവിയിലെത്താൻ തന്ത്രങ്ങൾ മെനയുന്നു. ലേബർ ഗവൺമെന്റ് വർദ്ധിപ്പിച്ച എംപ്ലോയ്മെന്റ് നാഷണൽ ഇൻഷുറൻസ് താൻ പ്രധാനമന്ത്രിയായി എത്തിയാൽ വെട്ടിക്കുറയ്ക്കുമെന്നും വെസ്റ്റ് വെയിറ്റിംഗിന്റെ വാഗ്ദാനം. യുവാക്കളെ ജോലിക്കായി എടുക്കുന്നതിന് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഇൻസെന്റീവുകൾ നൽകുവാനും എണ്ണ കമ്പനികളിൽ നിന്നും കൂടുതൽ നികുതി കണ്ടെത്താനും വെസ്റ്റ് പുതിയ പദ്ധതി തയ്യാറാക്കുന്നു. ലക്ഷക്കണക്കിന് ആരാധകർ പങ്കെടുത്ത ആഴ്സണൽ ഫുട്ബോൾ ക്ലബിന്റെ വിജയ പരേഡിനിടെ ലണ്ടനിൽ വ്യാപക ആക്രമണം. വടക്കൻ ലണ്ടനിലെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ചുറ്റും ജനക്കൂട്ടം തടിച്ചുകൂടിയത് 2004 ശേഷം ആദ്യമായി ആഴ്സണലിലെ പുരുഷ ടീം പ്രീമിയർ ലീഗ് കിരീടം നേടിയതും വനിതാ ടീം ഫിഫ വനിതാ ചാമ്പ്യൻസ് കപ്പ് ഉയർത്തിയതും ആഘോഷം അക്രമത്തിന് വഴിമാറിയതോടെ 16 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഘോഷങ്ങൾക്കിടയിൽ ഹോൺസി റോഡിൽ ഒരാൾക്ക് കുത്തേറ്റു. UK-യിൽ രൂക്ഷമാകുന്ന യുവ തൊഴിലില്ലായ്മ പ്രതിസന്ധി നേരിടാൻ പുതിയ നീക്കവുമായി UK സർക്കാർ. പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ മാക്സ് ആൻഡ് സ്പെൻസറുടെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് മാർക്ക് ബോണിനെ തൊഴിൽ ഉപദേഷ്ടാവായി നിയമിച്ചു. നിയമനം അടിയന്തര ഇടപെടലില്ലെങ്കിലും രാജ്യം കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുകൾക്കിടയിൽ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടന ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിൽ ഇസ്രായേൽ സൈന്യം കടന്നുകയറി. തെക്കൻ ലെബനിലെ 900 വർഷം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ ബ്യൂഫോർട്ട് കോട്ടയും അത് സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ കുന്നും പിടിച്ചെടുത്തു. ലെബന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ അധിനിവേശം നടത്തുന്നത് 1/4 നൂറ്റാണ്ടിനു ശേഷം. ലെബനിലെ സൈനിക നടപടിക്കുള്ള നാടകീയ വഴിത്തിരിവ് എന്ന് ഇസ്രായേൽ നീക്കത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരായി വരും ദിവസങ്ങളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ എതിർപ്പ് കൂടുതൽ ശക്തമാകുമെന്ന് ഡെമോക്രാറ്റിക് സെനറ്റർ കോറി ബൂക്കർ. ട്രംപ് ഭരണകൂടത്തിന്റെ സമീപകാല തീരുമാനങ്ങൾ പാർട്ടിക്കുള്ളിൽ വിള്ളൽ സൃഷ്ടിച്ചുവെന്നും ട്രംപിനെതിരെ ജനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങിയെന്നും ബുക്കർ. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ മമതാ ബാനർജി ക്യാമ്പ് കടുത്ത ആശങ്കയിൽ. മമത വിളിച്ച MLA-മാരുടെ യോഗത്തിൽ ഭൂരിപക്ഷം MLA-മാരും പങ്കെടുത്തില്ല. യോഗത്തിൽ പങ്കെടുത്തത് 80-ൽ 20 MLA-മാർ മാത്രം. അഭിഷേക് ബാനർജി അടക്കം MLA-മാരുമായി മമത ചർച്ച നടത്തി. തൃണമൂൽ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നുവെന്ന് പരിഹാസവുമായി BJP. CMRL എക്സാലോജിക് ഇടപാടിലെ ED അന്വേഷണത്തിന് സ്റ്റേയില്ല. ഹർജിയിലെ മുഴുവൻ വാദവും കേട്ട് തീരുമാനമെടുക്കാമെന്നും കോടതി. CMRL നിന്നും പ്രതിഫലമായി ലഭിച്ച 2.78 കോടി രൂപ, 45 ലക്ഷം രൂപ ശശിധരൻ കർത്തയുടെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ എംപവർ ഇന്ത്യ ലിമിറ്റഡിലേക്ക് വീണ കൈമാറിയതിനും തെളിവായ എക്സാലോജിക് കമ്പനിയുടെ ബാങ്കിംഗ് രേഖകൾ. CMRL നിന്നും ഓരോ തവണയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ പണം എത്തുമ്പോഴും 4 മുതൽ 21 ദിവസം വരെയുള്ള ഇടവേളകൾ ഈ തുക എംപവർ ഇന്ത്യക്ക് കൈമാറിയതായും SFIO റിപ്പോർട്ട്. ഈ ബുള്ളറ്റിൻ കൂടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.